ഹലോ, വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചശീല തത്വങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചശീല തത്വങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചശീല തത്വങ്ങൾ നോക്കാം. പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പിട്ടത്? പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയും ചേർന്നിട്ടാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വം ഒപ്പിട്ട വർഷം 1954. പഞ്ചശീല തത്വം ഒപ്പിട്ട വർഷം 1954. പഞ്ചശീല തത്വം ഒപ്പിട്ടത് ആരൊക്കെ തമ്മിലാണ്? ജവഹർലാൽ നെഹ്റുവും ചൗവൻലായിയും. പഞ്ചശീല തത്വം ഒപ്പിട്ടത് ആരൊക്കെ തമ്മിലാണ്? ജവഹർലാൽ നെഹ്റു, ചൗവൻലായി. സംസ്കാരവും ദേശീയതയും. വിദ്യാഭ്യാസവും ദേശീയതയും. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത് പൂനെയിലാണ്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത് പൂനെ 1884. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗർക്കറും ബാലഗംഗാധര തിലക്, എം.ജി. റാനഡെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത് ജി അഗർക്കർ, ബാലഗംഗാധര തിലക്, എം.ജി. റാനഡെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ ഫർഗൂൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ ഫർഗൂൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി.കെ. കാർവെ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി.കെ. കാർവെ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോർ. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോർ. അലിഗഡിൽ സ്ഥാപിതമായ ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപക നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി. അപ്പോൾ അലിഗഡിൽ സ്ഥാപിതമായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം.എ. അൻസാരി. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ വാർധ വിദ്യാഭ്യാസ പദ്ധതി. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം വരുന്നത്. നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് ഗാന്ധിജി. നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് ഗാന്ധിജി. 1937 INCയുടെ വാർത്താ സമ്മേളനം നയീം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1937 INCയുടെ വാർത്താ സമ്മേളനം നയീം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1835. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനായി ബ്രിട്ടീഷുകാർ രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ്, ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ്, ജോനാഥൻ ഡങ്കൻ. സയൻറ്റിഫിക് സൊസൈറ്റികൾ. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട 1825. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട 1825. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട 1838. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് കൽക്കട്ട 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് ബംഗാൾ. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടത് ബംഗാൾ 1876. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത് ബനാറസ് 1861. ബനാറസ് സംവാദ
ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത് ബനാറസ് 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് അലിഗഡ് 1864. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് അലിഗഡ് 1864. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ബീഹാർ 1868. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ബീഹാർ 1868. സാമൂഹിക പരിഷ്കരണം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജം. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന കൃതി രചിച്ചത് വില്യം ഫോസ്റ്റർ ആണ്. വില്യം ഫോസ്റ്റർ ആണ് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ വില്യം ഫോസ്റ്റർ. സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന ആര്യ സമാജം. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന ആര്യ സമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ജ്യോതിറാവു ഫൂലെ. വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിറാവു ഫൂലെ. വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്. അധസ്ഥിത വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയത് ജ്യോതിറാവു ഫൂലെ. അധസ്ഥിത വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയത് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ്. ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിലെ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ വർഷം 1856. ഹിന്ദു വിധവ വിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ വർഷം 1856. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ കൃതികളാണ് ബർണ പോറിക്കോയ്. ബാല്യവിവാഹ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അലിഗഡ് മുസ്ലിം സർവകലാശാല. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അലിഗഡ് മുസ്ലിം സർവകലാശാല. പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി.
ആര്യ മഹിളാ സഭ സ്ഥാപിച്ച വർഷം 1882. ആര്യ മഹിളാ സഭ സ്ഥാപിച്ച വർഷം 1882. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ബോംബെ. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ബോംബെ. പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ കൃതിയാണ് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ ആണ് പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ കൃതി. ഇന്ത്യൻ ദേശീയത. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റു. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നിവ ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ്. ചിത്രകാരന്മാർ. സതി നന്ദലാൽ ബോസ്, ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, ഭാരത മാതാ അപനീന്ദ്ര നാഥ ടാഗോർ. സതി നന്ദലാൽ ബോസ്, ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, ഭാരതമാതാ അപനീന്ദ്രനാഥ ടാഗോർ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ, ആശയങ്ങൾ. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. പ്രാർത്ഥനാ സമാജം. ആത്മറാം ബണ്ടൂരാഗ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. പ്രാർത്ഥനാ സമാജം, ആത്മറാം ബണ്ടൂരാഗ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദുമതത്തിൻ്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദുമതത്തിൻ്റെ പുനരുത്ഥാനത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തി. ഹിതകാരിണി സമാജം വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തി. സത്യശോധക് സമാജം ജ്യോതിബാ ഫൂലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സത്യശോധക് സമാജം ജ്യോതിബാ ഫൂലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം. ഇ വി രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. പത്രങ്ങൾ. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സംവാദ് കൗമുദി ബംഗാളി, മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ. സംവാദ് കൗമുദി ബംഗാളി, മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ലിട്ടൺ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ലിട്ടൺ. 1878. LGSൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുലഭ സമാചാർ
വർത്തമാന പത്രം പ്രസിദ്ധീകരിക്കുന്നത് എവിടെ നിന്നാണ്? ബംഗാളിൽ നിന്നാണ് സുലഭ് സമാചാർ വർത്തമാന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് പത്രങ്ങൾ നേതാക്കൾ. ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക, ശിശിർകുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. അമൃത ബസാർ പത്രിക, ശിശിർകുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ, ഫർദൂഖി മസ്ബാൻ. ബോംബെ സമാചാർ, ഫർദൂഖി മസ്ബാൻ. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ആനി ബസന്റ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ, മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ ഹരിജൻ, മഹാത്മാഗാന്ധി. അൽ ഹിലാല്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാല്, മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്. നാഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. നാഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. സാഹിത്യവും ദേശീയതയും. സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവലാണ് ആനന്ദമഠം. വന്ദേമാതരം എന്ന നോവൽ എടുത്തിരിക്കുന്ന നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ആനന്ദമഠമാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ അടിസ്ഥാനമാക്കി രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ അടിസ്ഥാനമാക്കി രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. നീൽ ദർപ്പണിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ. വരിക വരിക സഹചരെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അംഷി നാരായണപിള്ള. കൃതികൾ, എഴുത്തുകാർ, ഭാഷ. ഘോരഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി. ഘോരഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷയിലാണ്. പ്രേമാശ്രമം, സേവാസദൻ, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, പ്രേംചന്ദ്, ഹിന്ദി. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുഴിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ദേശീയത കലയിൽ. 1938 ഹരിപുരയിൽ നടന്ന സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ, കൊൽക്കത്ത. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ, കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ 8 താമരകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ ആയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ദേശീയ പതാകയാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ പതാകയാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാക. ഇന്ത്യൻ ദേശീയ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച വർഷം 1947. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമ. മാഡം ഭിക്കാജി ഗാമ ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം സ്റ്റുവർട്ട് ഗട്ട്, ജർമ്മനി. 1907 മാഡം ഗാമ പതാക ഉയർത്തിയ സമ്മേളനം 2ാം ഇൻ്റർനാഷണൽ സമ്മേളനം. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പൂളാണ് കേട്ടോ നോക്കാൻ പോകുന്നത്.
അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യത്തിൻ്റെ ക്വസ്റ്റ്യൻ പൂളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകൾ. ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകതകളാണ് വൻമരങ്ങൾ നിറഞ്ഞ കാടുകൾ, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ. കന്നുകാലി വളർത്തലിൽ നിന്നും കൃഷിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഫലങ്ങളാണ് സ്ഥിരവാസം ആരംഭിച്ചു, കാർഷികോൽപാദനം വർദ്ധിച്ചു, മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. അശോകൻ സ്വീകരിച്ച നയമായ ധർമ്മത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, എല്ലാ മതവിശ്വാസങ്ങളോടും സഹിഷ്ണുത കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു? ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിരുന്നു. സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. കാർഷിക പ്രവൃത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരം നേടി. കൃഷിയും വാണിജ്യവും മാതൃഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. കൃഷിയുടെ പുരോഗതിക്കായി രാജാക്കന്മാർ ജലസേചനം സൗകര്യങ്ങൾ ഒരുക്കി. തുന്നൽ, നെയ്ത്ത് തുടങ്ങിയ കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു. നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായി നിരവധി പാതകൾ നിർമ്മിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മഗധയുടെ വളർച്ച മുതൽ ഗുപ്തകാലം വരെയുള്ള സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൃഷി വിപുലമായതോടെ കാർഷികോൽപാദനം വർദ്ധിച്ചു. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകൾ സൃഷ്ടിച്ചു. സാമൂഹിക സമത്വത്തിനെതിരായി ഉയർന്നുവന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിലുണ്ടായ മാറ്റങ്ങളെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു. അലഹബാദ് പ്രശസ്തിയിൽ വിവരിക്കുന്ന ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. അലഹബാദ് പ്രശസ്തിയിൽ വിവരിക്കുന്ന ഭരണാധികാരി ഏതാണെന്ന് ചോദിച്ചാൽ സമുദ്രഗുപ്തനാണ്. മഹായാന ബുദ്ധമത ഗാന്ധാര ശില്പകലയുടെ വളർച്ചയ്ക്ക് സഹായകമായ കാര്യങ്ങൾ എന്തെല്ലാം? ബുദ്ധൻ്റെ പ്രതിമകളെ ആരാധിച്ച വിഭാഗമാണ് മഹായാന വിഭാഗം. കനിഷ്കൻ മഹായാന ബുദ്ധമതത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ഗ്രീക്ക്, റോമ ശില്പവിദ്യയും ഇന്ത്യയുടെ ശില്പവിദ്യയും ചേർന്ന് രൂപപ്പെട്ടതാണ് ഗാന്ധാര ശില്പകല. കുശാന ഭരണകാലത്ത് ഗാന്ധാര ശില്പകലയിൽ ധാരാളം പ്രതിമകൾ നിർമ്മിക്കപ്പെട്ടു. മൗര്യഭരണകാലത്ത് കൃഷിയുടെ വ്യാപനം, സാമൂഹിക അസമത്വത്തിന് കാരണമായ ഘടകങ്ങൾ. കൃഷി കൂടുതൽ വ്യാപകമായി. കൃഷിയെ അടിസ്ഥാനമാക്കി കൈത്തൊഴിൽ രൂപം കൊണ്ടു. ഇത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായം കൂടുതൽ ശക്തമാക്കി. സമൂഹത്തിൽ 7 വിഭാഗങ്ങൾ വന്നു. ദാസന്മാർ എന്ന് വിളിച്ചിരുന്ന അടിമകളും ഉണ്ടായിരുന്നു. ഗാന്ധാര ശില്പകലയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഗ്രീക്ക്, റോമ ശില്പവിദ്യയും ഇന്ത്യൻ ശില്പവിദ്യയും ചേർന്നുള്ള പുതിയ ശൈലിയാണ് ഗാന്ധാര ശില്പകല. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എന്ന പ്രദേശത്താണ് ഇത്തരം ധാരാളമായി ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നത്. ബുദ്ധൻ്റെ പ്രതിമകൾ ധാരാളമായി നിർമ്മിച്ചു. 10 മൗര്യരാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്തെല്ലാമാണ്? രാജ്യം വളരെ വിസ്തൃതമായിരുന്നു. ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഏകീകൃതമായ ഭരണ സമ്പ്രദായം നിലനിന്നിരുന്നു. മൗര്യഭരണത്തിൻ്റെ സവിശേഷതകൾ. സപ്താംഗ സിദ്ധാന്തം. ശക്തനായ രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്ന മന്ത്രിമാർ. അതിവിസ്തൃതമായ ഭൂപ്രദേശം. ശക്തമായ സൈന്യം. നീതിന്യായ വ്യവസ്ഥ. നികുതികൾ. പല രാജ്യങ്ങളിലായി സഖ്യം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ശതവാഹന ഭരണാധികാരികൾ നടപ്പിലാക്കിയ ഭൂദാന സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ ഏവ? ബുദ്ധ സന്യാസികൾ, ബ്രാഹ്മണർ എന്നിവർക്ക് ഭൂമി നൽകി. ലക്ഷ്യം കൃഷിഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കൽ. ദാനം നൽകിയ ഭൂമിയുടെ ഭരണാധികാരം രാജാക്കന്മാർക്ക് നഷ്ടമായി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്ന മഹാജനപദം ഏത്? കുരു, മല്ല, അസ്മകം, ഗാന്ധാരം. ഇതിൽ അസ്മകമാണ് ദക്ഷിണേന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മഹാജനപദം. ഇന്ത്യയിലെ ആക്രമിക്കാൻ പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന സൈറസിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിലെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യം. 15ാമത്തെ ക്വസ്റ്റ്യൻ, കൃഷിയുടെ വികാസം മഹാജനപദങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായതെങ്ങനെ? കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ സ്ഥിരതാമസം ആരംഭിച്ചു. ജനങ്ങൾ പാദമൂന്നിയ സ്ഥലം ജനപദം. സ്ഥിര താമസമാക്കിയവരെ ഗോത്രത്തിൻ്റെ പേരിൽ ജനപദം അറിയപ്പെട്ടു. ജനപദങ്ങൾ കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി. 16 അഹിംസക്ക് പ്രാധാന്യം നൽകിയത് ജൈന ബുദ്ധ മതങ്ങളുടെ ഒരു പൊതു സവിശേഷതയാണ്. മറ്റുള്ളവ എന്തെല്ലാം? മതപ്രചാരണത്തിനായി വിവിധ നിർമ്മിതികൾ. വൈദികാചാരങ്ങളെ എതിർത്തു.
ജാതി വ്യവസ്ഥയെ എതിർത്തു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ജൈനമതത്തിനും ബുദ്ധമതത്തിനും പൊതുവായ സവിശേഷത ഏതാണ്? ത്രിപീഡകങ്ങൾ മിതത്വങ്ങൾ പ്രചരിപ്പിച്ചു. ത്രിപീഡകങ്ങളിൽ മതത്വങ്ങൾ പ്രചരിപ്പിച്ചു. 24 തീർത്ഥങ്കരന്മാർ ഉണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ചുവടെ തന്നിട്ടുള്ള ജനപദങ്ങളിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ജനപദം ഏതെന്ന് കണ്ടെത്തുക. മഗധ, മല്ല, കമ്പോജം. കമ്പോജമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന ജനപദം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധമതം അധപ്പതിക്കാനുള്ള കാരണങ്ങൾ എഴുതുക. രാജാക്കന്മാരുടെ പിന്തുണ ലഭിച്ചില്ല. ഹീനയാനം, മഹായാനം എന്നിങ്ങനെയുള്ള വിഭജനം. വൈദിക മന്ത്രത്തിൻ്റെ പുനരുത്ഥാനം. ആര്യന്മാർ ആദ്യകാലത്ത് ഇന്ത്യയിൽ താമസിച്ച പ്രദേശം ഏതായിരുന്നു? സപ്തസൈന്ധവ പ്രദേശം. 21 യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെട്ടത് മാസിഡോണിയയിലൂടെ ഇന്ത്യൻ ആക്രമണ ഫലങ്ങളിൽ ഒന്നായിരുന്നു. മറ്റു ഫലങ്ങൾ ഏതെല്ലാം? കരയിലും കടലിലുമായി പുതിയ വാണിജ്യ പാതകൾ വികസിച്ചു. ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിച്ചു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തെ രാഷ്ട്രീയ ഏകീകരണം. ഗ്രീക്ക് നിർമ്മാണശാലയിലെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ശക്തമായ മഹാജനപദമായി മാറാൻ മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇരുമ്പയിരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഗംഗയും പോഷക നദിയും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. ഗംഗാ സമതലത്തിൻ്റെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ച് കാർഷിക വാണിജ്യ പുരോഗതി. നദി ജലഗതാഗതം. ശക്തമായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും. രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ വിഭജിച്ചിരുന്നത് ഏത് ഭരണകാലത്തായിരുന്നു? സുൽത്താൻ ഭരണം, ചോളഭരണം, മുഗൾ ഭരണം, മറാത്ത ഭരണം. ചോളഭരണകാലത്തായിരുന്നു. മൊഗാളെ പ്രദേശത്തു നിന്നും പിരിച്ചെടുത്തിരുന്ന നികുതികൾ ഏവ? ചൗത്ത്, സർദേശ് മുഖി. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വായിക്കാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 26 ചോള ഭരണകാലത്തെ ഗ്രാമ സ്വയം ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏത്? ഉത്തരമേരൂർ ശാസനം. ചോള ഭരണകാലത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് രാജശാസനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഒലൈ നായകം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ സുൽത്താനേറ്റ് ഭരണവുമായി ബന്ധപ്പെട്ടത് ഏത്? ഇപ്പോൾ ഭരണ സൗകര്യത്തിനായിട്ട് സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, ചിക്കുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു എന്നതാണ് സുൽത്താനേറ്റ് ഭരണവുമായി യോജിച്ചിട്ടുള്ളത്. 29 ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ സജീവൻ്റെ ചുമതല എന്താണ്? രാജകീയ കത്തിടപാടുകളുടെ ചുമതല. മൻസബ്ദാരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് 2 പദങ്ങളാണ് സത്ത്, സവർ എന്നിവ. സത്ത് എന്നത് സൈന്യത്തിൻ്റെ ഒരു വ്യക്തിയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നു. എന്നാൽ സവർ സൂചിപ്പിക്കുന്നത് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം. അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ മൻസബ്ദാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക പദവി എന്നിവ നിർണയിച്ചു. ഓരോ മാൻസബിനും സത്ത്, സവർ എന്നിങ്ങനെ 2 ഉപവിഭാഗങ്ങളുണ്ട്. പദവി നിർണയിക്കുന്നതിന് കുതിരപ്പടയാളികളുടെയും കുതിരയുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കി സത്ത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും സവർ ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണവുമാണ്. 32 ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാവുക എന്നതായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? ബാദ്ഷാ-ഇ-ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു. എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദീൻ-ഇ-ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി. രാജപുത്രനായ രാജ തോഡർമാൾ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. രജപുത്ര സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു.
മുഗൾ ഭരണത്തിലെ 2 കർഷക വിഭാഗങ്ങളായ ഗുദ്, കഷ്ത, പാഹി, കഷ്ത എന്നിവ ഏതാണ്? ഗുദ് കഷ്ത എന്നാൽ സ്വന്തമായി കൃഷിയിടമുള്ളവരും പാഹി കഷ്ത എന്നാൽ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തു വരുന്നവരും. മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരികൾ കച്ചവട പുരോഗതിക്കായി സ്വീകരിച്ച നടപടികൾ ഏവ? പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് റോഡുകൾ നിർമ്മിച്ചു. സാരായികൾ വിശ്രമ കേന്ദ്രങ്ങൾ പണിതു. ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. കാര്യക്ഷമമായ നാണയ സംവിധാനം നടപ്പിലാക്കി. തങ്ക ജിതൽ റുപ്പി ഇലാഹി. മധ്യകാല ഇന്ത്യയിൽ നഗരങ്ങളുടെയും അവിടുത്തെ ജനസംഖ്യയുടെയും വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? സുൽത്താനേറ്റ് കാലത്ത് തുകൽ പണിക്കാർ, പാചകക്കാർ, നെയ്ത്തുകാർ തുടങ്ങിയ വിഭാഗങ്ങളുടെ നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഭരണാധികാരികൾ യുദ്ധ തടവുകാരായി പിടിച്ച അടിമകളെ നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നു. തൊഴിൽ കൂട്ടങ്ങളുടെയും ജാതികളുടെയും പറ്റി പരാമർശിക്കുന്ന ബാബറിൻ്റെ കൃതിയാണ് ബാബർനാമ. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എഴുതുക. ശൈശവവിവാഹം, വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഇല്ലായ്മ, പുനർവിവാഹത്തിനുള്ള നിയന്ത്രണങ്ങൾ. മധ്യകാല ഇന്ത്യയിൽ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം? ചർക്കയുടെ ഉപയോഗം, ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തം, പട്ടുനൂൽ പുഴുക്കളിൽ നിന്നും നൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ. ആഗ്രയിലെ 39 ഇനം കാർഷിക വിളകളെക്കുറിച്ച് പരാമർശിക്കുന്ന അബുൽ ഫസലിൻ്റെ കൃതിയാണ് ഐൻ ഇ അക്ബാരി. സുൽത്താനേറ്റ് ഭരണകാലത്ത് കാർഷിക പുരോഗതി ലക്ഷ്യമാക്കി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? ബാൽബൻ ദോവാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു നൽകി. ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് മുൻകൂറായി പണം നൽകി കനാലുകൾ നിർമ്മിച്ചു. 1905 ബംഗാൾ വിഭജനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണങ്ങൾ എന്തെല്ലാം? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം, ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ, സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം. 42 ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വിവിധ ഭൂനികുതികളുടെ സവിശേഷതയാണ് താഴെ തന്നിരിക്കുന്നത്. അവ ഓരോന്നും ഏത് ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി എഴുതുക. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുത്തു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ ആയിരുന്നു. ആൻസർ വരുന്നത് റൈറ്റുവാരി വ്യവസ്ഥയാണ്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്നു എന്ന് പറയുന്നത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നു എന്ന് പറയുന്നത് മഹൽവാരി വ്യവസ്ഥയാണ്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദർ ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സാമ്പത്തിക ചോർച്ച തടയാൻ ദേശീയ നേതാക്കൾ മുന്നോട്ട് വെച്ച സ്വദേശവൽക്കരണം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി പ്രധാന കാരണങ്ങൾ. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവ ആരംഭിച്ചു. ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടു. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിൽ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെങ്ങനെ? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്തു. റെയിൽവേ വ്യാപകമായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് കയറ്റുമതിക്ക് ചുമത്തിയ ഉയർന്ന നികുതി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ഭൂനികുതി നയങ്ങളിലെ സമാനതകൾ എന്തെല്ലാം? നികുതി പണമായി നൽകണം. നികുതി വളരെ ഉയർന്നതായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളിലെ ഇന്ത്യൻ കാർഷിക രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരാനിടയായ കാരണങ്ങളാണ്. ഭൂമി കൊള്ളപ്പലിശയ്ക്ക് പണയപ്പെടുത്തി കടവും ഉയർന്ന പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈക്കലാക്കി. ലക്ഷ്യം ഭക്ഷ്യദൗർബല്യം, ക്ഷാമം, പട്ടിണി മരണങ്ങൾ
കർഷക പ്രക്ഷോഭങ്ങൾ, കടക്കെണിയിലായ കർഷകർ. ചോർച്ചാ സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതെങ്ങനെ? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് വിറ്റയക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? നഗരങ്ങൾ ജനവാസരഹിതമായി. വിവിധ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടവർ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. കൃഷി ഭൂമി ചെറുതുണ്ടുകളായി. ഉൽപാദന മുരടിപ്പ്. 49. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ദേശീയ പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ഏത്? ഇത് എന്തിൻ്റെ പ്രതീകമായിരുന്നു? ചർക്ക. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകം. 50. സ്വദേശി ഭരണ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ 8 താമരകളും ഒരു അർദ്ധചന്ദ്രനുമായിരുന്നു. അവ എന്തിൻ്റെ പ്രതീകമായിരുന്നു? 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിച്ചിരുന്നു. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് ഇടയാക്കിയ ഘടകങ്ങൾ എന്തെല്ലാം? ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്രചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താൽപ്പര്യം, യുക്തിചിന്ത. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി, അന്തർദേശീയ സാഹോദര്യം. ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടുകൂടി 19-ാം നൂറ്റാണ്ടിൻ്റെ സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്ന്. മറ്റ് ആവശ്യങ്ങൾ എന്തെല്ലാം? വിധവ പുനർവിവാഹം നടപ്പിലാക്കുക, സ്ത്രീ വിവേചനം അവസാനിപ്പിക്കുക, പുരോഹിത മേധാവിത്വം അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. 56. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്തെല്ലാം ലക്ഷ്യങ്ങളോടെയാണ്? ഇന്ത്യയിലെ ദേശീയത നേരിട്ടിരുന്ന വിവിധതരം പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കുക, ഇന്ത്യയുടെ ഏതു ഭാഗത്തും ഏതൊരാളിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാരുടെ പ്രശ്നമായി കണക്കാക്കുക. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാം? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക രാജ്യം, പഞ്ചാബ്, ബംഗാൾ എന്നിവയുടെ വിഭജനം, വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കാനോ വേണ്ടയോ എന്ന ഹിതപരിശോധന. 58. ബോംബെ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കർഷകരുടെ ആവശ്യങ്ങളാണ്: ഭൂനികുതിയും പാട്ടവും 50% കുറക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തെല്ലാം? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വതന്ത്രപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. 60. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണ്? ഭരണഘടനാ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും സൃഷ്ടിച്ച അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. 61. സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ്: ഉപ്പ് നികുതി എടുത്തുകളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളവും വെട്ടിക്കുറക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക.
62 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ ഏവ? ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും പരിചയപ്പെടുവാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർ എത്തി. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചു. ഗാന്ധിജി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി. 63 നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ രൂപം കൊണ്ട സംഘടനകളാണ് സ്വരാജ് പാർട്ടി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി, അഭിനവ് ഭാരത് പാർട്ടി, ഗദ്ദാർ പാർട്ടി, അനുശീലൻ സമിതി, INA. ഉപ്പ് ഒരു സമരായുധമായി സ്വീകരിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏവ? ബ്രിട്ടീഷ് വരുമാനത്തിൻ്റെ 2/5 ഉപ്പ് നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പ് ഉൽപ്പാദകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഉപ്പിൻ്റെ വില 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. റൗലറ്റ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏവ? ഭീകരപ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കി പൗരാവകാശം നിയന്ത്രണം. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ നിയമം അനുവദിച്ചു. പ്രതിഷേധങ്ങൾ, സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ ആഹ്വാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തി. 67 ഗേദയിലെ കർഷക സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്നിവയുടെ കാരണങ്ങളും ഫലങ്ങളും എന്തെല്ലാം? അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലെ പ്ലേഗ് ബോണസിനായി നടന്ന സമരമാണ്. ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. ഗേദയിലെ കർഷക സമരം ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ ശ്രമിച്ചത് നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എന്തെല്ലാം? സംഗീത നാടക അക്കാദമി സംഗീതം, നാടകം എന്നിവയുടെ പ്രോത്സാഹനം. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാടകമേളകൾ സംഘടിപ്പിക്കൽ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണല്ലോ ചേരിചേരായ്മ. മറ്റ് തത്വങ്ങൾ എന്തെല്ലാം? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥകളോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ, ആസൂത്രണ കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ, വിദേശ പങ്കാളിത്തം, കാർഷിക മേഖലയുടെ വളർച്ച, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, വിവിധോദ്ദേശ പദ്ധതികൾ. ദേശീയ തലത്തിൽ 55 പദ്ധതികൾ തുടക്കം കുറിച്ചു. 72 സ്വതന്ത്ര ഇന്ത്യയിലെ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തൊക്കെയാണ്? ഒരു നാട്ടുരാജ്യത്ത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ. 1920 നാഗ്പൂർ കോൺഗ്രസ് തീരുമാനപ്രകാരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ. ഭാഷാ സംസ്ഥാനങ്ങൾക്കായി ജനകീയ പ്രക്ഷോഭങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം. 73 സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കി. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയും പഠിച്ച 3 ക്ലാസ് ഉണ്ടല്ലോ അല്ലേ, 4 ക്ലാസ് ഉണ്ട്. ഇന്നത്തോടു കൂടി 4 ക്ലാസ് ഉണ്ട്. ഈ 4 ക്ലാസ്സും വ്യക്തമായിട്ട് പഠിച്ചിട്ട് വരിക. നാളെ നമുക്കൊരു എക്സാം ഉണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ളൊരു എക്സാമാണ്. ഇതിലെ എക്സാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ആൻസർ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.